നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ 100 ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു. ഒട്ടേറെ വിമർശനങ്ങളുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ ചോദ്യം ഉത്തരം പരിപാടിയിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ EP ജയരാജൻ. സ്വാഗതം ശ്രീ EP ജയരാജൻ. വളരെ സന്തോഷം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മോഡറേഷൻ നൽകിയാൽ പോലും പാസ്സാക്കാൻ കഴിയാത്ത പ്രകടനമാണ് LDF സർക്കാർ കഴിഞ്ഞ 100 ദിവസം നടത്തിയതെന്നാണ്. താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണ് അതിന് കാരണം. കേരളത്തിൽ UDFൻ്റെ 5 വർഷക്കാലത്തെ ഭരണം അനുഭവിച്ച ജനങ്ങൾ ഈ 100 ദിവസം കൊണ്ടുള്ള മാറ്റം മനസ്സിലാക്കി ആ ഭരണ നേട്ടങ്ങൾ കണ്ട് ജനങ്ങളിലുണ്ടായിട്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. ആ അസഹിഷ്ണുതയിൽ നിന്നുള്ളതും UDFൻ്റെ തകർച്ചയിൽ നിന്നുള്ള ഒരു വികാര പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിലുണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ 100 ദിവസം യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ഒരു ദിശാസൂചി നൽകുന്നുണ്ട്. അതായത് ഈ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. ആ കാഴ്ചപ്പാടാകട്ടെ ഒട്ടും ശുഭസൂചകമല്ല എന്നാണ് അവരുടെ ആരോപണം. കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷം നോക്കൂ. ജനങ്ങളിൽ പൊതുവെ സംതൃപ്തിയും സന്തോഷവുമുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളിലും ഒരു പുതിയ പ്രതീക്ഷയുണ്ട്. 100 ദിവസം കൊണ്ട് ആ പ്രതീക്ഷ കൂടുതൽ വളർന്നു വരുന്നു എന്നുള്ളതാണ്, മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഫലത്തിലുള്ള അനുഭവം. അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേകമായൊരു പ്രശ്നത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവിന് ഒന്നും പറയാനില്ല എന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഈ താങ്കൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒന്ന്, ക്രമസമാധാന പ്രശ്നമാണ് കേരളത്തിലെ. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 60 കൊലപാതകങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. അതിൽ പലതും രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. താങ്കൾ തന്നെ വരുന്ന കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ 2 മണിക്കൂറിനുള്ളിൽ 2 കൊലപാതകങ്ങളാണ് നടന്നത്. അപ്പോൾ ഈ 60 കൊലപാതകങ്ങൾ ഒരു 3 മാസത്തിനുള്ളിൽ ഒരു സംസ്ഥാനത്ത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് അതിനകത്തുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടവുമായി താരതമ്യപ്പെടുത്തി നോക്കൂ. ഇതിനെക്കുറിച്ച് ആക്ഷേപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ഇനി ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ തന്നെ എടുത്ത് വിശകലനം ചെയ്യൂ. ആ വിശകലനം കൊലപാതകം നടക്കുന്നത് തികച്ചും ശക്തമായി എതിർക്കേണ്ട, ശക്തമായി അവസാനിപ്പിക്കേണ്ട ഒരു നടപടി തന്നെയാണ്. അതിനോട് ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഇത്തരം കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ക്രമസമാധാനം മെച്ചപ്പെടുത്തി പ്രവർത്തിപ്പിച്ചു എന്നുള്ളതാണ്. UDFൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇതായിരുന്നോ? ഇതിനേക്കാളും ഭീകര സംഭവങ്ങളായിരുന്നു രമേശ് ചെന്നിത്തല മന്ത്രിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നത്. ഈ സംഭവങ്ങളിൽ തന്നെ RSS സംഘപരിവാറിൻ്റെ ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നുമല്ല. RSSൻ്റെ ഒരു ദേശീയ പരിപാടിയാണിത്. വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടാക്കുക. അതിന് ബോധപൂർവമായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ BJP RSS സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന, മതനിരപേക്ഷതയുടെ മൂല്യം കാത്തുസൂക്ഷിക്കുന്ന, ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ BJP RSSൻ്റെ കടന്നുകയറ്റത്തെ ഇവിടെ പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം പ്രതിരോധിക്കുന്നത് ജനസമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്നത് പോലെ അവർക്ക് അവരുടെ തീവ്ര പരിപാടികൾ, ഭീകര പരിപാടികൾ, മതസംഘർഷമുണ്ടാക്കാനുള്ള പരിപാടികൾ, ജാതി സംഘടനകളും മറ്റും ഉണ്ടാക്കാനുള്ള പരിപാടികൾ, ഗോവധത്തിൻ്റെ പേര് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഗോമാംസത്തിൻ്റെ പേര് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളൊന്നും ഈ കേരളത്തിൽ വിലപ്പോകുന്നില്ല. അതുകൊണ്ട് അവർ ആകെ നിരാശരാണ്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് അവർ ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ്. അല്ല, പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിന് അവരുടെ തന്നെ മാതൃക നിങ്ങൾ എന്തിനാണ് പിന്തുടരുന്നത്? ഇപ്പോൾ എന്താണ് CPM സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം? പ്രതിരോധ സേനകൾ ഉണ്ടാക്കുക, കായിക പരിശീലനങ്ങൾ നൽകുക, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് കരാട്ടയും കളരിയും ഒക്കെ അഭ്യസിപ്പിക്കുക. ഇത്തരം പ്രതിരോധ സേനകൾ ഉണ്ടാക്കുമ്പോൾ എന്ത് സന്ദേശമാണ് CPM നൽകുന്നത്? നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ജീവിതശൈലി രോഗം. യഥാർത്ഥത്തിൽ നമ്മുടെ കായിക വിനോദ രംഗത്ത് വന്നിട്ടുള്ള കുറവിൻ്റെ ഫലമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ യോഗ, കരാട്ടെ, കളരി, ഇതിലൂടെ ജനങ്ങളുടെ ആരോഗ്യത്തെയും മനസ്സിനെയും മെച്ചപ്പെടുത്തിയെടുക്കുക. ശുദ്ധ മനസ്സ്, നല്ല മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുക. നല്ല ഏകാഗ്രതയും ബുദ്ധിപരമായ വളർച്ചയും മനുഷ്യൽ ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ കരാട്ടയും യോഗയൊക്കെ. ഈ കരാട്ടയും യോഗയും കളരിയൊക്കെ എന്ന് പറയുന്നത്
ആളുകൾ ആക്രമിക്കാനും മറ്റുള്ളതല്ല. അല്ല, ഇത് തന്നെയാണ് ആർ എസ് എസിൻ്റെയും ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അവരും ശാഖകൾ നടത്തുന്നത്, ഇതുപോലുള്ള ശാരീരിക പരിശീലനം നടത്തുന്നത്, ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറ്റാൻ അവരെയും സഹായിക്കും. ഇന്ത്യയെപ്പോലെ ഒരു മതനിരപേക്ഷത രാഷ്ട്രത്തിൽ മതസാഹോദര്യം കാത്തുസൂക്ഷിക്കാനും മൈത്രി വളർത്തിയെടുക്കാനുമല്ല, മതസംഘർഷങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിച്ചെടുക്കാനാണ് BJPയും RSS സംഘപരിവാർ ശ്രമിക്കുന്നത്. അതവർ ഇന്ത്യയിൽ അവർ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, പാർലമെൻറ്റിൽ പ്രസംഗിക്കുകയാണ്, ഭരണരംഗത്തുള്ളവർ തന്നെ പ്രസംഗിക്കുകയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഭരണരംഗത്തുള്ളവർ തന്നെ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം പരസ്യമായി തന്നെ താങ്കളുടെ പാർട്ടി സെക്രട്ടറിയും പയ്യന്നൂരിൽ നടത്തിയിരുന്നല്ലോ. പാടത്തെ ജോലിക്ക് വരമ്പത്ത് കൂലി കിട്ടും എന്ന് പാർട്ടി സെക്രട്ടറി നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോഴാണ് പറഞ്ഞത്. അത് അനുചിതമായി പോയി. അത് അധികാരത്തിലിരിക്കുമ്പോൾ നല്ല പക്വതയോടുകൂടി തന്നെ കാര്യങ്ങൾ കാണുകയും ജനങ്ങളെ പ്രകോപിതരാകാതിരിക്കാൻ, കൂടുതൽ സംഘർഷങ്ങളിലേക്ക് സമൂഹം ചലിക്കാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളെ പല പ്രസംഗങ്ങളിലൂടെയും സമാശ്വസിപ്പിക്കാൻ കഴിയും. അല്ല, അതാണോ ഈ പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി നൽകുമെന്ന് പറയുന്നത് സമാധാന സന്ദേശമാണോ? പാടത്തും പറമ്പത്ത് അത് ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നതല്ല. ഈ കേരളത്തിൻ്റെ ചരിത്രാതീത കാലഘട്ടം മുതൽ എല്ലാ പാർട്ടിക്കാരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണത്. ആ പ്രയോഗം ക്ഷുഭിതരായ ജനക്കൂട്ടത്തെ കുറേ കൂടി പക്വതയിലേക്ക് കൊണ്ടുവരാൻ, അവരെ സമാശ്വസിപ്പിക്കാൻ, അവരെ കൂടുതൽ പ്രകോപനപരമാക്കി തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്തവരും ഇതെല്ലാം പല കാരണങ്ങളാൽ അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അല്ല, പക്ഷേ വി എം സുധീരൻ പറഞ്ഞത് അത്തരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ആഹ്വാനം നടത്തിയതിൻ്റെ പരിണിത ഫലമാണ് നാദാപുരത്ത് അസ്ലം കൊല ചെയ്യപ്പെട്ടത് എന്നാണ്. അത് സുധീരൻ്റെ വ്യാഖ്യാനം. സുധീരൻ അവിടുത്തെ BJP നടപടിയെ അപലപിച്ചില്ല, BJPയുടെ ആക്രമണത്തെ അപലപിച്ചില്ല. അവിടുത്തെ സംഭവം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ജനങ്ങളിൽ പ്രകോപിതരാകാനുള്ളൊരു സാഹചര്യം, ഒരു പ്രശ്നവുമില്ലാതെ ഒരു വീട്ടിൽ, ഞാൻ ആ വീട്ടിൽ പോയതാണ്, രാമന്തളിയിൽ കുന്നരൂരിൽ. ആ വീട്ടിൽ മോട്ടോർ വെഹിക്കിൾ വീടിൻ്റെ അടുത്തെത്തുമ്പോഴാണ് പ്ലാൻ ചെയ്ത് വന്ന് വീടിൻ്റെ മുമ്പിൽ വെച്ചാണ് വെട്ടിക്കൊല്ലുന്നത്. അതിദാരുണമായ ഒരു സംഭവമില്ലാത്തൊരു പ്രദേശത്ത് ഒരു പൊതുപ്രവർത്തകനെ വെട്ടിക്കൊന്നു. ആ സംഭവത്തെക്കുറിച്ച് സുധീരൻ പ്രതികരിച്ചോ? ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങളിൽ എപ്പോഴും ഒരു പക്ഷത്ത് CPM പ്രവർത്തകരായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കേരളത്തിൽ CPM ഒരു പ്രധാന പാർട്ടിയാണ്, നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഒരു തത്വാധിഷ്ഠിതമായ നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ അനുസരിച്ച് ആ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ വർഗീയതയും ജാതീയതയും ഒക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷം തടസ്സമാകുമെന്ന് വരുമ്പോൾ അവരെ ആക്രമിക്കുകയാണ്. രണ്ടാമത്തെ വിമർശനം പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും വി എം സുധീരനും ഒക്കെ ഉന്നയിക്കുന്നത് ഈ സർക്കാർ സുതാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി അകന്നു നിൽക്കുന്നു, അതുപോലെ തന്നെ മാധ്യമങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നതിൽ നിന്നും മന്ത്രിസഭയടക്കമുള്ള ഭരണകൂട സ്ഥാപനങ്ങൾ പിന്മാറി നിൽക്കുന്നു. താങ്കൾക്കറിയാമല്ലോ, 3 മാസം പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി 2 തവണ മാത്രമാണ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് ഇത്തരത്തിലൊരു സമീപനം എടുക്കുന്നത്? മാധ്യമങ്ങളോട് തെറ്റായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഗവൺമെൻറ് എല്ലാം സുതാര്യമാണ്. എല്ലാ കാര്യങ്ങളും, പറയേണ്ട കാര്യങ്ങളെല്ലാം പറയേണ്ട സമയത്ത് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയും ഒക്കെ സ്വീകരിച്ച നിലപാടാണ് മാതൃക എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അവർ സ്വീകരിച്ചതാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് എന്ന അഭിപ്രായവും ഞങ്ങൾക്കില്ല. അവർ പല തെറ്റായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അതാ ശരിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അവർക്ക് തോന്നുന്നുണ്ടാവും. ഉമ്മൻചാണ്ടിയുടെ നിലപാട് പലതും പെശകായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ പത്രക്കാരോട് പറയുക. പത്രക്കാരുമായിട്ട് ഒരു വിരോധമോ അകൽച്ചയോ ഇടതുപക്ഷ ഗവൺമെൻറ്റിനില്ല, മുഖ്യമന്ത്രിക്കില്ല. ഇല്ല, ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ വിലക്കുണ്ടായ ഒരു കാലഘട്ടമാണ് ഇത് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാധ്യമങ്ങൾക്ക് ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ കോടതിയിലൊന്നും പ്രവേശനമില്ല. അത്തരമൊരു സാഹചര്യം എന്തുകൊണ്ട് ഈ സംസ്ഥാനത്തുണ്ടായി? എന്തുകൊണ്ടാണ് ഈ സർക്കാർ നിഷ്ക്രിയമായ കാര്യത്തിലിരിക്കുന്നത്? ഗവൺമെൻറ് അതിൽ ഫലപ്രദമായി ഇടപെട്ടു. ആ സംഭവങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് ഇടപെട്ട് കാര്യങ്ങളിലൊക്കെ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഗവൺമെൻറ് കുറ്റക്കാരാണോ? ഈ വക്കീലന്മാരും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾക്ക്, സംഘടനകൾക്ക് ഈ ഗവൺമെൻറ് ഉത്തരവാദിയാണോ? ഒന്നുമല്ലല്ലോ. ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പരിഹരിക്കുക എന്നുള്ളതാണ്. ആ പരിഹരിക്കുന്നതിൽ എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് കണ്ടെത്തി ശരിയായ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, തല്ലാനും തല്ലുകൊള്ളാനും ആരും കോടതിയിലേക്ക് പോകണ്ട എന്നൊരു പ്രസ്താവനയോടെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അവസാനിച്ചു. ഇന്നും കേരളത്തിലെ കോടതികളിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്നത് ഒരു വസ്തുതയാണ്. ശ്രീ പി ജയരാജൻ, മാധ്യമങ്ങൾ നല്ലതുപോലെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. കാരണം മാധ്യമങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യമായൊരു ഘടകമാണ്. വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മീഡിയ, ഒരു കണക്ടറാണ്.
വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പാലമാണ്. പക്ഷേ ഒരു ഇനിഷ്യേറ്റീവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇന്ന് കോടതി മുറികളിൽ ഒന്നും തന്നെ മാധ്യമപ്രവർത്തകർ എത്തുന്നില്ല, ഒരു വിവരവും ജനങ്ങൾ അറിയുന്നില്ല. നമുക്ക് അതിലുള്ള കുറവുകളുണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായും പരിഹരിക്കാം. ഇന്ന് മാധ്യമങ്ങൾക്ക് വേണ്ടത്ര കോടതികളിൽ നിന്നും മറ്റുള്ള വാർത്തകൾ ലഭ്യമാകാതിരിക്കുന്നുണ്ട്. അവർക്ക് കോടതി പ്രവേശനം ലഭിക്കുന്നില്ല. പഴയതുപോലെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് അത് ഗൗരവപൂർവ്വം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ താങ്കൾ പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. താങ്കളെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. KM മാണി ഇന്നത്തെ സാഹചര്യത്തിൽ രാജിവെക്കേണ്ടി വരുമായിരുന്നില്ല. കാരണം ബാർക്കോഴ കേസിൽ ഒരു ജഡ്ജിയുടെ ഒരു നിരീക്ഷണമാണ് സീസറിൻ്റെ ഭാര്യയും വിശുദ്ധയായിരിക്കണം, പരിശുദ്ധയായിരിക്കണം എന്നുള്ളത്. അത് അന്തിമ വിധി പ്രസ്താവത്തിലൊന്നുമില്ല. പക്ഷേ അന്ന് മാധ്യമങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ആ വിചാരണ കേട്ടുകൊണ്ടുവന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് KM മാണിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ KM മാണിക്ക് രാജിവെക്കേണ്ടി വരില്ല. കാരണം ഇങ്ങനൊരു പരാമർശം പുറത്തേക്ക് വരില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശരി. കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് ആർക്കും പുറത്ത് കിടക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്നപ്പോഴാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തേക്ക് വരില്ല. ഇന്നിപ്പോൾ കോടതിയിൽ ഒരു മാധ്യമവും പോകുന്നില്ല, അതുകൊണ്ട് ഒരു വാർത്തയും അറിയുന്നില്ല. കോടതിയുടെ നിരീക്ഷണമാണ് യഥാർത്ഥത്തിൽ രാജിക്ക് നിർബന്ധിക്കപ്പെട്ടത്. ആ വാർത്ത ജനങ്ങളിൽ എത്തിച്ചത് മാധ്യമങ്ങൾ. ഇപ്പോഴും അതുപോലെ വാർത്തകൾ നിങ്ങൾക്ക് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. പക്ഷേ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലല്ലോ കോടതിയിൽ പ്രവേശനമില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും വാർത്തകൾ നിങ്ങൾക്ക് പുറത്തെത്തിക്കാൻ കഴിയാതിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം. ഇപ്പോഴും ഞാൻ അതാണ് പറഞ്ഞത്, ഇപ്പോഴും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് കോടതികളിൽ പോയി വാർത്തകൾ എടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അത്തരമൊരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ ഇനിയും ഫലപ്രദമായ ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന്